ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എൻ്റെ ഒരു ചെറിയൊരു ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഗേൾസിൻ്റെ ഫേവറേറ്റ് ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആയിരിക്കും. ചിലവർക്ക് ലിപ്സ്റ്റിക് ഇടാതെ പുറത്ത് പോകാൻ പറ്റില്ല. കാരണം എനിക്കും അതുപോലെ തന്നെയാണ്. എവിടെ പോകണമെങ്കിലും ഒരു മേക്കപ്പും ചെയ്തിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും എന്താ പറ്റിയേ, എന്തെങ്കിലും അസുഖം, എന്തെങ്കിലും പനി പിടിച്ചോ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ. സോ എൻ്റെ അടുത്ത് ഉള്ളത് അത്ര കുറേ ലിപ്സ്റ്റിക്സ് ഒന്നും ഇല്ല. അത്യാവശ്യം ഒരു 5-6 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പല ഷെയ്ഡിൽ ഉള്ളതാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത്. എപ്പോഴും യൂസ് ചെയ്യുന്നത്, എപ്പോഴും നമുക്ക് പെട്ടെന്നൊക്കെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സൊക്കെ അങ്ങനെ കുറച്ച് കുറവാണ് യൂസ് ചെയ്യൽ. സോ നമുക്ക് കണ്ടിട്ട് വരാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഷെയ്ഡാണ്. ഇത് കെ ബ്യൂട്ടിയുടെ വാമപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് കേട്ടോ. ഇത് ഞാനൊരു വീഡിയോയിൽ മഞ്ജു വാര്യരല്ല, നവ്യ നായർ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണോ. പക്ഷെ അടിപൊളി ഷെയ്ഡാണ്. ഡാർക്ക് കുറച്ച് ഇത് പറയുമ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പറയാം. സൂസി ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ മാത്രമല്ല, ഒരു മെറൂൺ ബ്രൗൺ ആ ഒരു രീതിയിൽ വരുന്ന ഷെയ്ഡാണ്. നല്ല അപ്ലൈ ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് പിന്നെ കുറേ ടൈം പിടിക്കും. സോ ഇതൊരു ബ്രൗൺ മെറൂൺ ഷെയ്ഡിൽ വരുന്ന കേട്ടോ. നല്ലൊരു ഷെയ്ഡാട്ടോ. ഇപ്പം നോർമൽ മീഡിയം സ്കിൻ ട്യൂണുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡ്. സോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മാക്കിൻ്റെ ലോക്ക് കിസ് ഇങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതും നല്ല ഒരു ഷെയ്ഡാണ്. കാരണം ഇത് ഞാൻ സ്റ്റോറിൽ പോയിട്ട് തന്നെ വാങ്ങിയതാണ്. ഈ മാക്കിൻ്റെ 2 ലിപ്സ്റ്റിക്സ് ഉണ്ട്. അത് രണ്ടും ഞാൻ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിയതാണ്. കാരണം നമ്മൾ ഓൺലൈനിലെല്ലാം വാങ്ങുമ്പോൾ നമുക്ക് ഷെയ്ഡ് അധികവും ലിപ്സ്റ്റിക്സൊക്കെ സ്റ്റോറിൽ പോയിട്ട് വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഷെയ്ഡ് നമുക്ക് ഇട്ട് നോക്കിയിട്ടൊക്കെ ട്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇതും നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. അടിപൊളി ലിപ്സ്റ്റിക് ആട്ടോ. ഇത് ഡെക്കാഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. സോ 24 hour ലിപ് കളർ. 24 hour ഒക്കെ നിൽക്കും അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ലോങ് ലാസ്റ്റിംഗ് ആണ് സംഭവം. ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ ഇതാട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ഷെയ്ഡ്. സോ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ലിപ് ടിൻ്റാണ്. എറ്റ്യൂഡിൻ്റെ ഫിക്സിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ് ടിൻ്റ്. ഇതിൻ്റെ അനലോഗ് റോസ് ആണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ലിപ് ടിൻറ്റും ലിപ്സ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. കാരണം ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ടുള്ളതായിട്ട് തോന്നും. പക്ഷേ ലിപ് ടിൻ്റ് ഇട്ടാൽ അടിപൊളിയാണ്. നമുക്ക് ചീക്ക് ടിൻ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ലിപ് ടിൻ്റ് ചെറിയൊരു ടിൻ്റ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇപ്പം ഡെയിലി പുറത്ത് പോകുന്നവരൊക്കെ ആണെങ്കിൽ ലിപ് ടിൻ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഈ എറ്റ്യൂഡിൻ്റെ തന്നെ കുറേ ഷെയ്ഡുണ്ട്. എൻ്റെ അടുത്തുള്ളത് ഇതൊരു നാച്ചുറൽ ഇതായിട്ട് നമുക്ക് നാച്ചുറൽ ഷെയ്ഡാണ്. നമുക്ക് ഇട്ടാലും ഇങ്ങനെ കാണുന്ന പോലെയല്ല. ഒരു പീച്ചി കളറാണ്. പക്ഷെ നമുക്ക് ലിപ്പിലിട്ടാൽ അതൊരു സെറ്റിലായി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഇതായിട്ട് മാറും. സോ അടുത്തത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മാക്കിൻ്റെ റൂബി ബൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. ഇതെന്ന് വെച്ചാൽ വൈറലായൊരു ഷെയ്ഡാണ്. സോ എല്ലാവരും ഏത് സ്കിൻ ടോണുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രക്ക് മാച്ചായി പോകുന്ന ഒരു ഷെയ്ഡാണിത്. ഇത് ആക്ച്വലി ഞാൻ ഫങ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് യൂസ് ചെയ്യൽ. ഒരു റൂബി റെഡ്, പ്യുവർ റെഡും അല്ല, ബട്ട് ഒരു റൂബി റെഡ് നമ്മൾ ഇടുമ്പോൾ ഉള്ള ഷെയ്ഡ് ആയിരിക്കില്ല. പിന്നെ അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നമ്മളുടെ സ്കിൻ ടോണിലേക്ക് മാച്ചായി പോകുന്നൊരു കളറാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതും എന്താ പറയുക, റൂബി ബൂ എന്ന് പറഞ്ഞൊരു മാറ്റ് ലിപ്സ്റ്റിക് ആട്ടോ ഇത്. എനിക്ക് അധികം ഉള്ളതും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ അങ്ങനെ ഇതിൻ്റെ ഈ ബുള്ളറ്റ് ടൈപ്പ് ഞാൻ വാങ്ങാറുണ്ടായിരുന്നില്ല, ബട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല. ഒരു ബ്രൗൺ ആട്ടോ, ഡാർക്ക് ലിപ്സ്റ്റിക്കാണ്. ഞാനിത് വാങ്ങിയ ടൈമിലൊക്കെ കുറച്ച് യൂസ് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ അതൊരു
ഇത് നമുക്കൊരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ബ്ലാക്ക് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ മാച്ചായി പോകുന്നൊരു കളറാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെപ്പോഴും പിങ്ക് റെഡൊക്കെ ഇടുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഡാസ്ലിയറിൻ്റെ ഈ സംഭവം. പിന്നെ അടുത്തതായി വരുന്നത് ഫേസസ് കാനഡയുടെ, ഇത് വേറൊരു റെഡ് ആട്ടോ. ഈ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു മാക്കിൻ്റെ റെഡ് പോലെയല്ല ഇത് കുറച്ചും കൂടി ഒരു മെറൂണിഷ് റെഡാണ്. ഇതിട്ടാലും നല്ലൊരു വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ മാച്ചായി പോകുന്നത്. നമ്മൾ ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണ് കൂടുതലും റെഡ്, ഇതുപോലെ ഡാർക്ക് മെറൂൺ അങ്ങനെയൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇബയുടെ ഇതും നാച്ചുറൽ ഒരു ബ്ലിസ്ഫുൾ മോച്ച എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് കേട്ടോ. ഇതും ഒരു പിങ്ക്. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ ഉള്ളത് പിങ്ക് കേട്ടോ. പിങ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കളറാണ് ഇപ്പം ഞാൻ അധികം വാങ്ങാറ്. ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അധികം ഇതാണ് ഉള്ളത്. സോ ഈ ഒരു കളറ്. നെക്സ്റ്റ് വരുന്നത് വിപ്പിൻ്റെ, ഇത് കുറേ ആയി ഞാൻ യൂസ് ചെയ്യുന്നു, കുറേ ആയി ഞാൻ വാങ്ങിയിട്ട്. ഇതും ഈ ഒരു കളറാണ്, കണ്ടോ നിങ്ങൾ? സോ ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ലിപ് പിമ്പിൻ്റെ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് കേട്ടോ. ഇത് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും. സോ അത്രയേ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. സോ ഏത് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ലിപ് ബാം ഇടുന്നത് വളരെയധികം ലിപ് പ്രൊട്ടക്ഷൻ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ലിപ്പിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്താൽ. സോ ലിപ് ബാം യൂസ് ചെയ്തിട്ട് എല്ലാവരും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. സോ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.